അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മളിന്ന് തിരുച്ചെണ്ടൂരേക്ക് പോവുകയാണ്. ഇത് ഇവിടെ ഞാൻ ടെൻ്റെല്ലാം ഇവിടെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ കംപ്ലീറ്റ് വീഡിയോസ് ഞാൻ പോയിട്ട് വന്നിട്ട് എടുക്കുന്നുണ്ടാവും. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ തിരുനെൽവേലിയിൽ നിന്ന് നേരെ തിരുച്ചെണ്ടൂരേക്ക് പോകണം. ഇന്നലെ പോകാനായിട്ടാണ് അറിയാമല്ലോ, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിവിടെ നേരെ പോവുകയാണ്. ഇവിടുത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ ഞാൻ വന്നിട്ട് മിക്കവാറും ഇന്ന് ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ ചെയ്യണം. കാരണം ഇവിടെ എനിക്ക് സമാധാനമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റി, എനിക്ക് രാവിലെ കുളിച്ച് ഫ്രഷപ്പ് ആവാൻ പറ്റി. ഇന്നലെ വൈകിട്ട് എനിക്ക് ഫുഡ് കിട്ടി. അങ്ങനെ ഒരുപാട് സമാധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ ഇന്ന് ഞാൻ തിരിച്ചുകൊണ്ടൂർ പോയിട്ട് വരുമ്പോൾ ഇനി എത്ര സമയം എടുക്കുമെന്നൊന്നും അറിയില്ല. ലേറ്റ് ആയാലും ഇല്ലെങ്കിലും ടയർഡ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 3-4 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു കേട്ട് ദർശനത്തിന് വേണ്ടിയിട്ട്. അപ്പം കയറാനായിട്ട് വിചാരിക്കണം. അപ്പം ഇന്നിവിടെ വന്നിട്ട് ഇന്നിവിടെ തന്നെ സ്റ്റേ ആയിട്ട് നാളെ ഏർലി മോർണിംഗ് നമ്മൾ തിരിച്ച് തെങ്കാശിക്ക് പോകണം. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഏതായാലും നമുക്കിപ്പോൾ നേരെ തിരുച്ചെണ്ടൂരേക്ക് പോകാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്യാണ്ട് കൂടെ കൂടുക. അതെ, നമ്മളത് വണ്ടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡ്രസ്സും കാര്യങ്ങളെല്ലാം ബാഗെല്ലാം വലിയ ബാഗെല്ലാം ഇതിനകത്ത് വെച്ചിരിക്കുകയാണേ. ഇനിയിപ്പോൾ നമ്മളിത് വലിയ ബാഗ് എടുക്കുന്നു. സ്വാമിയോടെ ഇപ്പോൾ സ്വാമിയോട് പറഞ്ഞിട്ട് നമ്മൾ നേരെ പോവാണേ. നമുക്ക് പോകുന്ന കാഴ്ചകൾ കാണാം കേട്ടോ. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്വാമിയോട് പറഞ്ഞു ഇവിടുത്തെ അലങ്കാരം നാളെ ഉണ്ടാവുകയല്ല, അപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ മാരിയമ്മനെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ എടുക്കുവാണ്, വീഡിയോ എടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നാളെ ഇത് കാണത്തില്ല, നാളെ ഇത് മാറ്റിയിട്ട് ശില മാത്രം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്വാമിയുടെ ഇളയ മകനാണ് ഇവിടുത്തെ പൂജാരി കേട്ടോ. നോക്കി മാരിയമ്മ, നോക്കി എന്ത് ഭംഗിയായിട്ടാന്ന് നോക്കി. തൊട്ടടുത്ത് തന്നെ മുരുകനുണ്ട്. ഇത് വർഷത്തിലൊരിക്കൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു അലങ്കാരം മാരിയമ്മന് ചെയ്യുന്നത്. അപ്പം അത് ഇനിയിപ്പോൾ അടുത്ത വർഷമേ കാണുള്ളൂ. അപ്പോൾ എന്നോട് അതുകൊണ്ടാണ് ഇന്നലെ ഫോട്ടോ എടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാനപ്പോൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇത് അടുത്ത വർഷം കാണുള്ളൂ. അപ്പോൾ കറക്റ്റ് ദിവസം തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. മാരിയമ്മൻ്റെ സൂപ്പർ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് വിട്ടു. രാവിലെ 7:30 ആയിട്ടുണ്ട് സമയം. എനിക്കിവിടെ നിന്ന് ഇനി 50 കിലോമീറ്റർ ഓടിച്ചാൽ മാത്രമാണ് ഈ തിരുനെൽവേലിയിൽ നിന്നും നമ്മൾ തിരുച്ചെണ്ടൂരേക്ക് ചെല്ലുള്ളൂ കേട്ടോ. പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഇഷ്ടംപോലെ മയിലുകളുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ടെൻറ്റിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് തന്നെ. പക്ഷേ എവിടെയാണെന്ന് കാണാൻ സാധിക്കില്ല, മയിലിൻ്റെ കരച്ചിൽ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ നമ്മുടെ പാലക്കാടൻ കൽപ്പാത്തിയിലുള്ള പോലെ തന്നെ കുറേ തമിഴ് ബ്രാഹ്മിൻസ് താമസിക്കുന്ന കോലമൊക്കെ വരയ്ക്കുന്ന കുറേ സ്ട്രീറ്റുകൾ, അങ്ങനത്തെ കുറേ വീടുകളെല്ലാം തന്നെ കാണാൻ സാധിച്ചു കേട്ടോ. അതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഇവിടെ എല്ലാം തന്നെ ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലോട്ട് കണക്ട് ചെയ്യുന്ന റോഡുകളെല്ലാം തന്നെ വലിയ ഹൈവേ ആണ് കേട്ടോ. അങ്ങനെ ഈ മെയിൻ ഹൈവേയിൽ നിന്നാണ് ഇവരുടെ വില്ലേജുകളിലോട്ടുള്ള കുഞ്ഞു കുഞ്ഞു വഴികൾ. എല്ലാ വഴികളും നല്ല ടാറിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുള്ള റോഡുകൾ തന്നെയാണ് കേട്ടോ. എവിടെ നോക്കിയാലും ക്ഷേത്രങ്ങൾ തന്നെയാണ് കാണാനുള്ളത്. മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും എല്ലാം തന്നെ കണ്ടിരുന്നു, എന്നാലും വളരെ ചുരുക്കം തന്നെയാണുള്ളത് കേട്ടോ. സിറ്റികളെല്ലാം തന്നെ രാവിലെ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏകദേശം 10 കിലോമീറ്റർ മാത്രമാണ് എനിക്ക് ക്ഷേത്രത്തിലേക്ക് എത്താനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കുവാണ്. എനിക്ക് ഇവിടുന്ന് പൂരി കിട്ടി, നല്ല ടേസ്റ്റുള്ള പൂരിയായിരുന്നു കേട്ടോ. ഇവിടുന്ന് പൂരിയും സാമ്പാറും മസാലയും കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്, അടിപൊളിയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പുറത്തിറങ്ങി 10 കിലോമീറ്റർ ട്രക്ക് നമ്മൾ കവർ ചെയ്തു കേട്ടോ. പോയ വഴിക്ക് 2 കുതിരയെ കണ്ടു, അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഫൈനലി നമ്മൾ തിരുച്ചെണ്ടൂർ വന്നിട്ടുണ്ട്. 9:28 സമയം. തിരുച്ചെണ്ടൂരിൻ്റെ ആ ഒരു ടെമ്പിളിൻ്റെ ഗേറ്റാണ്. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് കയറും കേട്ടോ. നല്ല തിരക്കുണ്ട് രാവിലെ. നമ്മൾ പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ടുണ്ട്. വണ്ടി ലോക്ക് ചെയ്ത് ഹാൻഡിലൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് പാർക്കിംഗ് കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ട് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാണേ. ഏതായാലും ഈ ഒരു ക്ഷേത്രത്തിൽ വരണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്തെന്നാൽ മുരുകൻ്റെ 6 പടി വീടുകളിൽ 2ാമത്തെ വീടാണ് ഈ ഒരു തിരുച്ചെണ്ടൂർ മുരുകക്ഷേത്രം. കടലിനോട് ചേർന്നിരിക്കുന്ന ഒരു മുരുകക്ഷേത്രം എന്ന പ്രത്യേകത കൂടെ ഈ ഒരു അമ്പലത്തിനുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ ആളുകളും നോക്കി ഡ്രസ്സൊക്കെ വിരിച്ചിട്ട് അവർ ഇന്നലെ വന്നതാണ് കേട്ടോ. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആയിട്ട് ഇവർ വ്രതമൊക്കെ എടുത്ത് ഭക്ഷണം പോലും കഴിക്കാതെ സ്കന്ദഷഷ്ടി വ്രതം എടുത്ത് ഭഗവാന്റെ ആ ഒരു ചടങ്ങ് കാര്യങ്ങളെല്ലാം കാണുന്നു. ഇന്നലെ ആയിരുന്നു അതിൻ്റെ ചടങ്ങൊക്കെ. ശൂരപത്മനെ വധിക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരിവിടെ റെസ്റ്റ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ദർശനത്തിന് കയറാം. ഏതാണ്ട് 4 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. എതിലാണ് കയറണം നോക്കട്ടെ. ഒന്നും നോക്കില്ല, വന്നപ്പോൾ തന്നെ ദർശനത്തിനുള്ള ക്യൂവിനുള്ള സ്ഥലം നോക്കി ഞാൻ അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ. ഒരുപാട് ദർശനത്തിൽ 100 രൂപയ്ക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് കയറാമെന്ന് പറയണം. 1.5 മണിക്കൂറെന്ന് ഇവർ പറയുന്നു. നമുക്കറിയില്ല എത്ര മണിക്കൂറാണല്ലോ നമ്മൾ ദർശനത്തിൽ കയറുന്നുണ്ട്. അപ്പോൾ പൊതു ക്യൂവിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവും. ഇപ്പോൾ ഈ കാണുന്ന ക്യൂ മുഴുവനും അങ്ങനെ 100
100 രൂപ കൊടുത്തിട്ട് നമ്മൾ കയറുന്നതാണ്. അപ്പോൾ അതിന് തന്നെയാണ് ഇത്രയും വലിയ ക്യൂ ഇരിക്കുന്നത്. കടൽ നേരെ അപ്പുറമാണ് കേട്ടോ, നമുക്കത് കാണാം. ജസ്റ്റ് നമുക്ക് ക്യൂവിലതിന് കയറാം. കാരണം നമുക്ക് ഒരു 3 മണി 4 മണിക്ക് ഇപ്പുറമെങ്കിലും നമുക്ക് തൊഴുതിറങ്ങാൻ പാകത്തിന് കയറാം. ശയനപ്രദക്ഷിണം കൂടാതെ തന്നെ തോർത്തുമുണ്ട് കയ്യിലിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. എനിക്കറിയാവുന്നതുപോലെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മടിപ്പിച്ച എന്ന് പറയുന്ന മുരുകൻ്റെ ഒരു പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഈ ഒരു വഴിപാടെന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ കയ്യിൽ ഒരു തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുണ്ടോ തുണിയോ എന്തെങ്കിലും വിരിച്ചിട്ടതിന് ശേഷം ഭിക്ഷ യാചിക്കുന്നത് പോലെ നമ്മൾ നിൽക്കണം. അത് കൃത്യമായിട്ടുള്ള വ്രതവും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. കൂടാതെ തന്നെ നമുക്ക് ഭിക്ഷ ആരോടും ചോദിക്കാനും പാടില്ല. ആരാണോ നമുക്ക് തരുന്നത് ആ പൈസ നമുക്ക് എടുക്കാം. ആ പൈസ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് ഭക്ഷണം വാങ്ങിക്കഴിക്കാം, ഇല്ലെങ്കിൽ ഭക്ഷണം ആർക്കെങ്കിലും വാങ്ങിച്ച് കൊടുക്കാം. ക്ഷേത്രത്തിൽ നിക്ഷേപിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ഒരു വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഭഗവാൻ പുതിയൊരു അനുഗ്രഹം നമുക്ക് തരുന്നു എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റ് കേട്ടോ. പക്ഷേ ഇത് ചെയ്യുന്നതിന് ഒരു നിയോഗം കൂടെ ഉള്ള ആളുകൾ മാത്രം ചെയ്താൽ മതി എന്നൊരു വെപ്പും കൂടിയുണ്ട്. എല്ലാവരും ചെയ്യണമെന്നില്ല. അങ്ങനെയാണ് അതിൻ്റെ രീതി. മടിപ്പിച്ച എന്ന വഴിപാടാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. 2 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് വന്നിട്ടുള്ളത്. അവിടെ വന്നതിന് ശേഷം ദർശനത്തിനുള്ള 100 രൂപയുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മളവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ക്യൂ തുടങ്ങിയത് എന്ന് വേണം പറയാനായിട്ട്. പിന്നീട് അങ്ങോട്ട് 3 മണിക്കൂറാണ് നമ്മൾ തുടർച്ചയായിട്ട് ഒരേ ക്യൂവിൽ തന്നെ നിന്നിട്ടുള്ളത് കേട്ടോ. ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സംശയം. 100 രൂപ കൊടുത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ദർശനത്തിന് കയറി ഞാൻ 5 മണിക്കൂർ നിന്നെങ്കിൽ നോർമൽ ദർശനത്തിന് കയറിയിട്ടുള്ള ആളുകൾ എത്ര മണിക്കൂർ നിന്നിട്ടുണ്ടാവും? ഇനി അങ്ങോട്ട് ക്യാമറയുടെ ആക്സസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ദർശനത്തിന് ശേഷം കാണാം കേട്ടോ. അങ്ങനെ നീണ്ട സമയത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഭഗവാനെ കണ്ടു, മനസ്സമാധാനമായിട്ട് തൊഴാൻ സാധിച്ചു. അതിനുശേഷം നമ്മളൊരു 10 മിനിറ്റ് ക്ഷേത്രത്തിനുള്ളിൽ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മിച്ചറൊക്കെ കഴിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു. കാരണം നമ്മൾ രാവിലെ 2 പൂരി കഴിച്ചിട്ട് കയറിയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന നേരത്താണ് കുറച്ച് മയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. രാവിലെ 10 മണിയായപ്പോഴത്തേക്കും ദർശനത്തിന് കയറിയാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 3:58 കേട്ടോ. 3:58 ആയപ്പോഴാണ് നമ്മൾ താഴെ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തിരക്കായിരുന്നു. ഇത്രയും നേരം നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ ക്യൂ നിൽക്കുമായിരുന്നു. 2:30 കഴിഞ്ഞ് ക്ഷേത്രത്തിൽ കയറി. നമ്മൾ ദർശനം കഴിഞ്ഞപ്പോഴത്തേക്കും 2:30 കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് നമുക്ക് ദർശനം കിട്ടി കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ വന്നിട്ട് നമുക്ക് പിന്നെ വേറെ അതിനുള്ളിൽ തന്നെ ഒരുപാട് ദേവന്മാരും അവരുടെ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കയറി തൊഴുതു. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കണ്ടോ, മുകളിൽ നോക്കിയാൽ ക്യൂ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം നോർമൽ ക്യൂ ആണ് ദർശനത്തിനുള്ള. താഴെ നിൽക്കുന്ന ആളുകളൊക്കെ ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ ഈ നോർമൽ ക്യൂവിലുള്ള ആളുകൾ ഇങ്ങനെ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ നമുക്ക് കയറാം. അങ്ങനെ 100 രൂപ കൊടുത്തിട്ടാണ് ഞാൻ കയറിയത്. അതാണ് നമുക്ക് 10 മണി മുതൽ വൈകുന്നേരം 3:30 വരെ സമയം എടുത്ത് തൊഴുതിറങ്ങാനായിട്ട്. അതുപോലെ തിരക്കാണ് ഇവിടെ. അപ്പം നോക്കി തിരക്ക് കണ്ടോ. ഇന്ന് വൈകിട്ട് വള്ളി ദേവിയുടെയും മുരുകൻ്റെയും കല്യാണ ദിവസമാണ്, തിരുമണ ദിവസം. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് തിരുക്കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഗംഭീര പരിപാടിയാണ്. അപ്പം അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം 7 മണിക്ക് മറ്റേത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വാർത്തകളെന്ന് പറയുന്നത് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസാണ്. നമ്മൾ മലയാളികൾ മാത്രമാണ് ഇവിടെ ഇല്ലാത്ത കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനൊരാൾ മാത്രമാണ് ഇപ്പോൾ തിരുച്ചെണ്ടൂരിൽ മലയാളിയായിട്ട് ഉള്ളത്. കാരണം ഞാൻ ഒരുപാട് പേരെ നോക്കി, ഈ ഇവിടെയുള്ള ആളുകളെ എല്ലായിടത്തും ഞാൻ നോക്കി, എന്നിട്ട് ഇതുവരെ ആരെയും കണ്ടില്ല കേട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകളൊന്നും ഈ ഒരു ഭാഗത്തേക്ക് വരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഒരുപാട് പേർക്കൊന്നും ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. മുരുകനെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുച്ചെന്തൂർ ക്ഷേത്രം, അതുപോലെ തന്നെ പിന്നെ ഒന്ന് പഴനിയിലാണ് കേട്ടോ. അപ്പം അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്ഷേത്രമാണ്. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയാം കേട്ടോ. പഴനി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് തിരുച്ചെന്തൂരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരണം. അത്രയും ശക്തിയുള്ളൊരു ക്ഷേത്രമാണ്. നല്ലൊരു അടിപൊളി ആംബിയൻസുമാണ്. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് കറങ്ങുക, ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കുക. കുറച്ച് നേരം ഞാൻ ആ കടലിൻ്റെ ആ ഒരു ഭാഗത്ത് പോയി നിന്നു കേട്ടോ. അപ്പം ഇതിലൊന്ന് കറങ്ങുക. അതിനുശേഷം നമുക്കിനി ഫ്രണ്ടിൽ വരിക, നമുക്ക് തിരിച്ച് പോവുക. തിരിച്ച് നമ്മുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകണം.
നമ്മൾ വന്നപാടെ ക്യൂവിൽ കയറി എന്ന് പറഞ്ഞില്ല, നമ്മൾ അവിടെയാണ് ക്യൂ നിന്നിട്ട് ഇങ്ങനെ കറങ്ങി ഉള്ളിലേക്ക് വേണം പോകാനായിട്ട് കേട്ടോ. അവിടെ നിന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടാണ് ഈ ഒരാളെ. ഇവിടെ വന്ന് അടുത്ത് വരുമ്പോഴത്തേക്കും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. നോക്കട്ടെ, ഒരുപാട് പേര് പ്രസാദവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ആളാന്ന് തോന്നുന്നു. നെറ്റിയിൽ മുരുകൻ്റെ വെയിലും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. ആയി, അതെന്തായാലും കൊള്ളാം. ഒരു ധൈര്യം തന്നെ വേണം കേട്ടോ, നമുക്ക് അങ്ങനത്തെ ഒരു ധൈര്യം ഇല്ല. ആന ഒരുപാട് പിള്ളേരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ചേടാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴനിയിലെ പോലെ തന്നെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. എന്നാലും പിന്നെ ഈ ഒരു കടലിൻ്റെ ഒരു ഇതാണ് ഇവിടെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന മുരുകൻ കോവിൽ. കടലിനോട് ചേർന്നിരിക്കുന്നത് ഈ ഒരു തിരുച്ചെന്തൂർ മാത്രമാണ് കേട്ടോ. നമ്മൾ ഇവിടെ ചുറ്റിക്കണ്ടൊന്നുമില്ല, വന്നപ്പോൾ തന്നെ നമ്മൾ നേരെ ക്യൂവിലോട്ട് കയറിയത്. കാര്യം ഇവിടുത്തെ ഒരു ഇത്രയും തിരക്കായതുകൊണ്ട് തന്നെ വന്ന പാടെ നമ്മൾ നേരെ 100 രൂപ ക്യൂവിലോട്ട് കയറി. കാര്യം എത്രയും പെട്ടെന്ന് നമുക്ക് തൊഴാൻ നിർത്തിയിട്ടാണ് കയറിയത് കേട്ടോ. പക്ഷേ എന്നിട്ട് തന്നെ ഇപ്പം നമുക്ക് ഇത്രയും സമയമെടുത്തു തൊഴുത്തിറങ്ങാനായിട്ട്. ഏതാണ്ട് ഒരു 5 മണിക്കൂർ മൊത്തത്തിലെടുത്തു കേട്ടോ. ഞാൻ ഇവിടെ ബീച്ചിൻ്റെ ആ ഒരു സൈഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മലയാളികളെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുച്ചെന്തൂർ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ആംബിയൻസ് ഉള്ള, അതുപോലൊരു പവർഫുള്ളായിട്ടുള്ളൊരു ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതെ ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. നമ്മളേതായാലും കടലിലേക്കൊന്നും ഇറങ്ങുന്നൊന്നുമില്ല. വൈകുന്നേരം സമയമാണ്, കടലിൽ ഒരുപാട് പേര് കുളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ വന്ന് കുളിച്ചതിന് ശേഷം ഈ ക്ഷേത്രത്തിനുള്ളിലൊരു നാഴിക്കിണർ എന്ന് പറഞ്ഞൊരു കിണറുണ്ട്. ആ കിണർ മുരുകനായിട്ട് തന്നെ നേരിട്ട് പണിതാണ്, മുരുകനാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. ഇത്രയും ബേ ഓഫ് ബംഗാളിൽ ഇത്രയും കടലിനോട് ചേർന്ന് ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഒരു നാഴിക്കിണർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു കിണറുണ്ട്. അതിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. മുരുകനായിട്ട് നേരിട്ട് കുത്തിയെടുത്ത കിണറാണെന്ന് പറയുന്നു. കാരണം ഇവിടെ ആ ഒരു കിണറിൽ മാത്രം എത്ര കോരിയാലും വെള്ളം വറ്റത്തുമില്ല. അതുപോലെ തന്നെ ഉപ്പ് വെള്ളം അല്ല, നല്ല ഫ്രഷ് വാട്ടറാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഹിമാചലിലും ബദ്രീനാഥിലൊക്കെ പോകുമ്പോൾ, കേദാർനാഥിലൊക്കെ പോകുമ്പോൾ അവിടെ അത്രയും കോൾഡ് തണുപ്പിനുള്ളിൽ ഹോട്ട് വാട്ടർ വരുന്നെന്ന് പറയുന്ന പോലെ തന്നെ ഇത്രയും വലിയ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിലെ ഉള്ളിലുള്ള ആ ഒരു കിണറിൽ പ്യുവർ വാട്ടറാണ്, ഫ്രഷ് വാട്ടറാണ് കിട്ടുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു മാജിക് കേട്ടോ. മാജിക്കല്ല, ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ഇതിന് ഒരുപാട് ഐതിഹ്യ വശങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് ഐതിഹ്യ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, എന്നാലും അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കിണറിനെ പറ്റി ക്ഷേത്രത്തിൽ പറയുന്നത് കേട്ടോ. ഇതെല്ലാം ഇന്ന് വൈകിട്ടത്തെ ഒരു വള്ളി തിരുമണം കാണുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളാണ് കേട്ടോ. കംപ്ലീറ്റ് ഭക്തന്മാരാണ് ഇവർ. എല്ലാവരും കംപ്ലീറ്റ് നോയമ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ്, അതായത് ഒരാഴ്ചയ്ക്ക് ഒരു നോയമ്പ് എടുത്തിട്ടാണ് ഈ സ്കന്ദഷഷ്ടി നോയമ്പ് ഒരാഴ്ചയൊക്കെ എടുത്തിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. പിന്നെ ഷഷ്ടി ദിവസം ഇവർ കംപ്ലീറ്റ് ഫുഡ് ഒരു നേരം പോലും കഴിക്കില്ല. അതുപോലെ വ്രതം എടുക്കുന്ന ഭയങ്കര വലിയ ഭക്തന്മാരാണ് കേട്ടോ നമ്മുടെ ഈ തമിഴർ എന്ന് പറയുന്നത്. അവരുടെ ഒരു ഭക്തി നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇനി തിരുച്ചെണ്ടൂരേക്കൊക്കെ വരാൻ ശ്രമിക്കുക. പഴനി പോകുന്ന പോലെ തന്നെ അത്രയും പ്രാധാന്യമുള്ള തിരുച്ചെണ്ടൂർ ക്ഷേത്രത്തിൽ വരിക, മുരുകനെ കണ്ട് ദർശിച്ച് മുരുകൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുക. ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകളൊക്കെ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ്. ആ കാണുന്നതാണ് ഗോപുരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ പാർക്കിങ്ങിലേക്ക് പോയിട്ട് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. വണ്ടി ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിരിക്കണം. അപ്പോൾ അതൊക്കെ സേഫാണെന്നുള്ളത് നോക്കണം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം. ഒരുപാട് സന്തോഷം. ഇന്നലെ വന്നപ്പോഴത്തേക്കും ആകെ മൈൻഡ് ഔട്ടായിട്ടാണ് ഇവിടെ എത്തിയത്. കാര്യം നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റുമോ, ദർശിക്കാൻ പറ്റുമോ എന്നുള്ളത് അത്രയും തിരക്കുള്ളതുകൊണ്ട് ആകെ ടെൻഷനൊക്കെ ആയിട്ട് കുറേ നേരമൊക്കെ മാറി കുത്തിയിരുന്നായിരുന്നു കേട്ടോ. ഏതായാലും അതെല്ലാം കഴിഞ്ഞു, സമാധാനമായി കണ്ടു തൊഴുതു. മുരുകൻ്റെ അനുഗ്രഹത്തിൽ വന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എടുക്കുക, നേരെ തിരുനെൽവേലി. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. ബൈ. അങ്ങനെ നമ്മളത് പാർക്കിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ചെരുപ്പൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ടാണ് പോയത് കേട്ടോ. കാര്യം അമ്പലത്തിലേക്ക് പോകണമല്ലേ. വണ്ടിയുടെ ഇരിപ്പുണ്ട്, ഹെൽമെറ്റും ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, സേഫാണ്. അപ്പോൾ വണ്ടി എടുക്കുക, നേരെ പോവാം.